Hi friends, welcome back to our channel Pepper Pots. ഇന്ന് നമ്മുടെ സൺടാൻ ചലഞ്ചിന്റെ 12th ഡേ ആണ്. 12th ഡേയിലെ പാക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 12th ഡേയിലെ പാക്ക് എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ മുൾട്ടാണി മിട്ടി ബേസിലുള്ള പാക്കാണ് ചെയ്യുന്നത്. കാരണം മുൾട്ടാണി മിട്ടി മുഖക്കുരു ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് മുൾട്ടാണി മിട്ടി. മാത്രമല്ല ഒരുവിധം ഈ ക്രീം ഈ ഒരു പാക്ക് 11 ഡേയ്സ് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ട് വരുമ്പോൾ ഫുൾ നമ്മുടെ സൺടാൻ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാനും ഫേസിനൊരു കളർ കൊടുക്കാനും നമ്മുടെ മാർക്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലാസ്റ്റ് ഡേയ്സിലെ പാക്കുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് എല്ലാം ഈ പാക്കുകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഈ പറയുന്ന പാക്കുകളൊക്കെ നിങ്ങൾക്ക് എഫക്റ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അപ്പോഴല്ലേ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ പാക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റായിട്ട് പറയുക. അപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് എല്ലാവർക്കും നല്ലതുപോലെ യൂസ്ഫുൾ ആകുന്ന പാക്കുകളാണ് എല്ലാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ മുൾട്ടാണി മിട്ടി, അലോവേര, റോസ് വാട്ടർ ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല പാക്കാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് അലോവേര. ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തതാണ്. ഇത് ഫ്രഷ് അലോവേരയാണ്. ചില പേർക്ക് ഫ്രഷ് അലോവേര ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അലോവേരയുടെ ഫ്രഷ് നമുക്ക് അലോവേരയുടെ ക്രീം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെയുള്ള ക്രീം ആയാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രഷ് അലോവേര ജ്യൂസായിട്ട് എടുത്തത്. പിന്നെ വേണ്ടത് നമ്മുടെ ബേസ് ആയിട്ടുള്ള മുൾട്ടാണി മിട്ടിയാണ് ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് റോസ് വാട്ടർ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ റോസ് വാട്ടറാണ്, അതാണ് പ്യുവർ റോസിൻ്റെ കളറായിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ആവശ്യത്തിന് മുൾട്ടാണി മിട്ടി എടുക്കുക. മുൾട്ടാണി മിട്ടി ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും മുൾട്ടാണി മിട്ടി എടുക്കുക. അത് ഓരോരുത്തരുടെ മുഖത്തിന് ആവശ്യമുള്ള മുൾട്ടാണി മിട്ടിയാണേ. മുൾട്ടാണി മിട്ടി ആവശ്യത്തിന് എടുക്കുക. അതിൽ ആവശ്യത്തിനുള്ള അലോവേര ജെല്ല്, ഒരു സ്പൂൺ അലോവേര ജെല്ല്. അലോവേര ജെല്ല് ഒരുപാടാകണ്ട, ഒരേ ഒരു സ്പൂൺ അലോവേര ജെല്ല്. അതിൻ്റെ കൂടെ കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ. നിങ്ങൾക്ക് റോസ് പൂ കിട്ടുവാണെങ്കിൽ ഇതുപോലെ റോസ് വാട്ടർ ഉണ്ടാക്കി വയ്ക്കുക, വളരെ നല്ലതാണ്. നല്ല കളറുമാണ്, നമ്മുടെ മുഖത്തിന് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റും കിട്ടും. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ഇന്നലത്തെ പാക്ക് ഉണ്ടാക്കിയതുപോലെ ഒരുപാട് വെള്ളവും അല്ല എന്നാൽ ഭയങ്കര തിക്കും അല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാൻ. ഇത് മൂന്നും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അതായത് മുൾട്ടാണി മിട്ടി ആയിരുന്നാലും അലോവേര ആയിരുന്നാലും റോസ് വാട്ടർ ആയിരുന്നാലും ഇത് മൂന്നും സ്കിന്നിന് നല്ല ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്, സ്കിന്നിനെ കൂളാക്കും, നല്ലൊരു തണുപ്പ് കൊടുക്കും. അതേപോലെ തന്നെയാണ് അലോവേരയും. സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും നല്ലതാണ് അലോവേര. ചില പേർക്ക് മാത്രമേ ഉള്ളൂ അലോവേര അലർജി ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ളവർ ഡയറക്റ്റായിട്ട് അലോവേര ഉപയോഗിക്കേണ്ട, അലോവേരയുടെ ക്രീമുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെയുള്ളത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ നമ്മുടെ ക്രീം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല വൃത്തിയായതിനു ശേഷം നിങ്ങൾ ഈ മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടിയേക്കോ കേട്ടോ ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പൊക്കിയൊന്നും കെട്ടാതെ വെച്ചേക്കുന്നത്. നിങ്ങളിങ്ങനെ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ പാക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, ഇതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഒരു വിശ്വാസമല്ലേ, നമ്മൾ ഇട്ട് കാണിക്കുമ്പോഴാണ് ഓരോരുത്തർക്ക് ഒരു വിശ്വാസം വരുന്നത്, അതുകൊണ്ട് മാത്രമേ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നല്ലപോലെ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെ നല്ലപോലെ മസാജ് ചെയ്ത് ഞാൻ എപ്പോഴും പറയും, ഫേസിൽ ഒരിക്കലും പ്രഷർ ഒരുപാട് കൊടുത്ത് മസാജ് ചെയ്യരുത്. സോഫ്റ്റ് ആയിട്ട് നമ്മളെ കൈ മൂവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വിരലും ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരുപാട് പ്രഷർ വരില്ല. അപ്പോൾ നല്ലപോലെ ഫേസിലും കഴുത്തിലും മറക്കാതെ തേക്കണേ. ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ കഴുത്തിൽ തേക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാനത് കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടിയിട്ട് കഴുത്തിലൊക്കെ നല്ലപോലെ ഫുള്ള് തേക്കാറുണ്ട്. നല്ലപോലെ കണ്ണിനടിയിലൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കുക. കണ്ണിനടിയിലും കഴുത്തിലും കയ്യിലും ഒക്കെ നല്ല വൃത്തിയായിട്ട് കൊടുക്കുക. മുൾട്ടാണി മിട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് പെട്ടെന്ന് ഉണങ്ങും. ചില പേർക്ക് ഈ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഈ ഭാഗം മാത്രം പെട്ടെന്ന് ഉണങ്ങും, പിന്നെ ഈ ഭാഗം പതുക്കെ ഉണങ്ങും. ഈ ഭാഗം ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ കഴുകി വെക്കും കേട്ടോ. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. ബിക്കോസ് സ്കിന്നിനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കിൻ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ച് മുറുകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിന്നിന് അങ്ങനെ ഒരുപാട് ഇട്ടേക്കണ്ട. നിങ്ങളുടെ സ്കിന്നിന് എപ്പോഴാണോ അത് ടൈറ്റായി തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്കതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇടുമ്പം തന്നെ നല്ലൊരു കൂളും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമ്മുടെ മുഖത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പാക്ക് ഇടുന്നത്.
അപ്പോൾ ഇന്നത്തെ പാക്ക് എല്ലാവരും കണ്ടല്ലോ, നല്ല ഫ്രഷ്നെസ് കൊടുക്കുന്ന ഒരു പാക്കാണ്. പ്രത്യേകിച്ച് മുൾട്ടാണി മിട്ടി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ സ്കിന്നിന് ഒരു നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും മുൾട്ടാണി മിട്ടി. ഒരേ ഒരു കുഴപ്പം മുൾട്ടാണി മിട്ടിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആക്കും എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ ഒരു പാക്കുകളിലും മുൾട്ടാണി മിട്ടി തനിയെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ചുമ്മാ വെള്ളത്തിൽ ഉപയോഗിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്കിന്നിന് നല്ലതാണ്. പിന്നെ നമ്മൾ പാക്കുകൾ അപ്ലൈ ചെയ്തതിന് ശേഷവും നമ്മുടെ മുഖത്ത് അലോവേര ജെൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്കിന്ന് ഒരുപാട് ഡ്രൈ ആകില്ല. പക്ഷേ മുൾട്ടാണി മിട്ടി അതേസമയം തന്നെ എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു പാക്കാണ് മുൾട്ടാണി മിട്ടിയുടെ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ നമ്മൾ ഈ അലോവേര ജെല്ലും റോസ് വാട്ടറും ഒക്കെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനും സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിന്നിന്റെ കളർ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ ആ ഡേ 1 സ്കിൻ ടോണും ഇപ്പോൾ ഉള്ള സ്കിൻ ടോണിന്റെയും ചേഞ്ച് മാറിയാൽ തന്നെ മാറുന്നത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വീഡിയോ കാണാത്തവരൊക്കെ നമ്മൾ ഡേ 1 വീഡിയോ തൊട്ട് നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അത് അതുപോലെ ഫോളോ ചെയ്യണം. നല്ല പോലെ സ്കിൻ ടോൺ മാറും. മാത്രമല്ല നമ്മുടെ മുഖക്കുരുവിന്റെ പാടുകളും ഒക്കെ, എനിക്ക് ഇവിടെയൊക്കെ നിറയെ മുഖക്കുരു ഉണ്ടായിരുന്നു, അതൊക്കെ മാറി അതിന്റെ പാടുകൾ ചെറുതായിട്ടുള്ള ഒരു പാടുകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു പാക്കുകളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഇനി ഒരു 3 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ പാക്ക്. അതോടെ നമ്മുടെ ഈ ഒരു സൺ ടാൻ ചലഞ്ച് തീരും. നല്ലതുപോലെ എല്ലാവരുടെയും സ്കിന്നിന്റെ ടോണ് ഇംപ്രൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ചാനലിനെ പറ്റി നിങ്ങളൊന്ന് പറയുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ നമ്മുടെ 13ാമത്തെ ഡേയിലെ പാക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.